രാം നാരായൺ രാം. നാം എപ്പോൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴും അത് നല്ലതായാലും ചീത്തയായാലും അതറിയാവുന്നത് വിവേകത്തിനാണ്. വിവേകമാണ് അതിനെ ജാഗ്രതയിലാക്കുന്നത്. നമുക്ക് രാം നാരായൺ രാം എന്ന നാമം ജപിക്കുമ്പോൾ വിവേകത്തിന് ആഹാരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആദ്യം പുറമേയുള്ള ചിന്തകൾ വരും. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അവ താനായാണ് ഇല്ലാതായി പോകും. പിന്നെ യാതൊരു ചിന്തകളും വരികയില്ല. നിങ്ങൾക്ക് പുണ്യവും ലഭിക്കും, ശരീരവും ആരോഗ്യവാനാകും. അകത്ത് നമുക്കുള്ള ആത്മാവുകളും എല്ലാ ആത്മശക്തികളും ജാഗ്രതയിലാകും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വയസ്സായിത്തീരുകയും ഇല്ല. നമുക്കൊക്കെ ഇച്ഛാ മരണം എന്ന അവകാശമുണ്ട്. പക്ഷേ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും സൂര്യനും വെള്ളത്തിനും വായുവിനും ഭൂമിക്കുമൊക്കെ അത്തരം അവകാശമില്ല. അവ മരിക്കേണ്ടതാണ്. കാരണം അവ വിശ്രമിക്കാനോ ഉറങ്ങാനോ കഴിയില്ല. അവയ്ക്ക് അത്തരം അവകാശം തന്നെ ഇല്ല. എന്നാൽ മനുഷ്യന് ആ സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന് വിവേകത്തോടൊപ്പം പിതാവും പുത്രനുമുള്ള ബന്ധത്തിൽ പോലെയുള്ള ജീവിതം നയിക്കണം. നിങ്ങൾ പൂർണ്ണമായി ഫ്രീ ആകുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക. ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഒരാളിന് 4 ദിവസം ഉറങ്ങാനായില്ലെങ്കിൽ അദ്ദേഹം പകൽ കാഴ്ച കാണുന്നവനാകും. നിങ്ങൾക്ക് മെഡിറ്റേഷന് ഉറങ്ങി കിടന്നു ഇരുന്ന് മനസ്സിന് അനുസരിച്ച് ചെയ്യാം. മനുഷ്യൻ യാതൊരു കർമ്മവും ചെയ്യുന്നതല്ല. മരങ്ങളും ചെടികളും വെട്ടിക്കൊണ്ട് വീടുകൾ പണിയുന്നു. പിന്നെ ആ മരങ്ങൾ എവിടേക്കാണ് പോകുക? അതിനാൽ പ്രകൃതിയെ ബഹുമാനിക്കുക. ഭയപ്പെടേണ്ടി വരുമ്പോൾ പ്രകൃതിയെയും നിങ്ങളുടെ സ്വന്തം വിവേകത്തെയും ഭയപ്പെടുക. വിവേകത്തിൻ്റെ യഥാർത്ഥ നാമം രാം നാരായൺ രാം ആണ്. ജീവിതത്തിൽ ആരെയും ഭയപ്പെടേണ്ട. ദൈവവും അല്ലാഹുവും നമ്മുടെ ദാസരാണ്. ആകാശം, വെള്ളം, ഭൂമി ഇവയൊക്കെ നമ്മുടെ സേവകരാണ്. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും രക്തം ഒന്നാണ്. ഇരുവരുടെയും പ്രകൃതി ഒരുപോലെയാണ്. പിന്നെ നമ്മെ വ്യത്യസ്തരാക്കിയതാരാണ്? പ്രകൃതിയുടെ ഭരണഘടന, ആശയം, വിദ്യാഭ്യാസം, അടിത്തറ എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അവയൊക്കെ സൗജന്യമാണ്. ആരും ഒരു മതമെടുത്ത് ജനിച്ചിട്ടില്ല. എല്ലാവരും ആകാശത്തിൻ്റെ മതം സ്വീകരിച്ച് ജനിച്ചവരാണ്. വിവേകമാണ് നമ്മുടെ ദൈവം. പിന്നെ എങ്ങനെ വേറെ മതം വേണം? ഭൂമിയിൽ ഇങ്ങനെ അനേകം മതങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾ വിശന്നിരിക്കുകയാണ്. വാസം ചെയ്യാൻ വീടുകളില്ല, പഠിക്കാൻ സ്കൂളുകളോ കോളേജുകളോ ഇല്ല, ചികിത്സയ്ക്ക് ആശുപത്രികളില്ല. ഇതെന്താണ് മതം? ജനങ്ങളെ സേവിക്കാൻ കഴിയാത്ത മതം മതമാകരുത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിലാകണം, ധ്യാനത്തിൽ മുഴുകണം. ധ്യാനത്തിലൂടെ എല്ലാം ശരിയാകും. നമുക്കെല്ലാവർക്കും അറിയാം, പ്രകൃതിയിലും നമ്മിലുമെന്തെങ്കിലും വ്യത്യാസമില്ല. പ്രകൃതിയുണ്ട് എങ്കിൽ നാം ഉണ്ട്. ആകാശത്തിലും പ്രകൃതിയിലും ഉള്ളതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. പ്രകൃതിയെ മാറ്റിയാൽ യാതൊരു മതവും ജാതിയും ആശയവ്യവസ്ഥയും നിലനിൽക്കുകയില്ല. ഈ ഭൂമിയിൽ ഇന്ന് കാണുന്നതെല്ലാം പ്രകൃതിയുടെ കൃപയാണ്. അതിനാൽ നാം എപ്പോഴും പ്രകൃതിയെ ആരാധിക്കണം, അവളെ സ്മരിക്കണം. ഈ ജീവിതം നമുക്ക് സമ്മാനിച്ച ആകാശത്തോട് നന്ദി പറയണം. ഒരു കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം, നമുക്ക് പ്രകൃതിയുമായി ബന്ധം വേണം. അതുപോലെ നമ്മുടെ വിവേകത്തിലെ ശക്തിയിൽ വിശ്വാസവും വേണം. ഇതെല്ലാം സാധ്യമാകുന്നത് രാം നാരായൺ രാം എന്ന നാമത്തിൽ ചേരുന്നതിലൂടെയാണ്. ഈ ബീജമന്ത്രം സ്വയം സമ്പൂർണ്ണമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയും ഗതിയും പോസിറ്റീവായി മാറ്റും.